ശ്രീ റെജി ലൂക്കോസ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതൊരു സർക്കാരിൻ്റെ ഏജൻസിയോ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംവിധാനമോ അല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്ത്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷവും നീതിപൂർവകവുമായി നടത്താൻ ഉത്തരവാദപ്പെട്ട ഭരണഘടന അതിന് നിയോഗിച്ചിരിക്കുന്ന സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് അബ്സല്യൂട്ട് ന്യൂട്രാലിറ്റിയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രിയുടെ കാര്യം വരുമ്പോൾ കമ്മീഷൻ കവാത്ത് മറക്കുകയാണ്. പ്രധാനമന്ത്രിയോട് ഭക്തിപൂർവ്വം പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇവിടെ ബഹുമാനപ്പെട്ട സന്തോഷ് കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. TN ശേഷൻ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടിരിക്കുന്ന കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇന്ത്യയിൽ അധികമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരു പരിധിവരെ ജനങ്ങൾ മിക്കവരും ഇതിനെക്കുറിച്ച് അറിയുന്നത് പോലും അദ്ദേഹത്തിൻ്റെ ഉരുക്കുമുഷ്ടിയിലുള്ള നിയന്ത്രണങ്ങളിലൂടെയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് ചിറകരിയാനായിട്ട് രണ്ടുപേരോട് അതിനകത്ത് ആഡ് ചെയ്ത് 2 കമ്മീഷണർമാരായിരുന്നു. അന്ന് കോൺഗ്രസ് പോലും അദ്ദേഹത്തിനെതിരായിട്ട് 4 or 5 കേസുകൾ അത് സുപ്രീം കോടതി കൊടുത്തു. ഇന്ത്യയിൽ നിരവധി, അന്ന് ചാനലുകൾ അധികം ഇല്ലാത്തതിനുള്ള അന്ന് നിരവധി മാധ്യമങ്ങളിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകളും ചർച്ചകളെല്ലാം ഇന്ത്യയിൽ നടത്തും. തങ്ങൾക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ പ്രതികരിക്കുകയോ നിഷ്പക്ഷമായി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷനെതിരെ കാലങ്ങളായിട്ട് തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതുപോലുള്ള ആരോപണം ഉന്നയിക്കുന്ന ഒരു പതിവുണ്ട്. ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടുത്തെ വിഷയം ഇന്ത്യയുടെ ആരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരൻ എന്ന് വിശേഷിപ്പിച്ചാണ് ഏറ്റവും രാജ്യം ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരൻ എന്ന് പറയുമ്പോൾ ഈ മല്ലികാർജ്ജുന ഖാർഗെ ചെയ്തത് തെറ്റെന്നാണ്. ഈ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഭീകരവാദ രാഷ്ട്രമായിട്ട് ചിത്രീകരിക്കുക. ഞാനൊരു അനുഭവം പറയാം. ഈ രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യം, ലോകം ചർച്ച ചെയ്യപ്പെട്ട കാര്യം, എനിക്ക് സമയം തരണം. 1977 ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്തപ്പോൾ 77-78 സബ്ജക്ട് കറക്ഷൻ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വിമാനം റാഞ്ചി 2 യൂത്ത് കോൺഗ്രസ്സുകാർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ വന്ന ഒരു സമയമായിരുന്നത്. വിമാനം റാഞ്ചി 2 ഭീകരവാദികളായ യൂത്ത് കോൺഗ്രസ്സുകാർ. ഇതേ യൂത്ത് കോൺഗ്രസ്സുകാർ എന്തിനാ അന്ന് റാഞ്ച് ചെയ്ത്? അന്ന് ഇന്ദിരാഗാന്ധിയെ പുറത്തുവിടണം, അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഭീകരപ്രവർത്തനം ഒരു വിമാന റാഞ്ചൽ എന്ന് പറയുന്ന ലോകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്ത് തന്നെ ചെയ്തത്. ആ 2 പേരെ അവസാനം അവർ ഒരാളെ നിയമസഭയിലേക്കും മറ്റൊരാളെ ലോക്സഭയിലേക്കും ജയിപ്പിച്ച് അവർ മന്ത്രിമാരാക്കി. കോൺഗ്രസ് അങ്ങനെ ഭീകരവാദി ടെററിസ്റ്റ് എന്ന് നരേന്ദ്രമോദിയെ വിളിച്ചതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിച്ചിട്ടുണ്ട്. മോശം പദപ്രയോഗമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അത് മല്ലികാർജ്ജുൻ ഖാർഗെ വിശദീകരിക്കട്ടെ. അതൊരു വശം. ശരി, മല്ലികാർജ്ജുൻ ഖാർഗെ ചട്ടവിരുദ്ധമായ പരാമർശം നടത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടും. നല്ല കാര്യം. നരേന്ദ്രമോദിയെക്കുറിച്ച് അതേ പരാതി 700 അല്ല 7000 പേർ ഉന്നയിച്ചാലും അതിൽ ഒരു നടപടിയും എടുക്കില്ല എന്ന് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാശി പിടിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല, ഞാൻ അതിലേക്ക് വരാം. തീർച്ചയായിട്ടും ആൻസർ ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാനത് പറഞ്ഞിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത്, മല്ലികാർജ്ജുന ഖാർഗെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റ്. ഈ രാജ്യം ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ ഭീകരവാദികളെ തീവ്രവാദികളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് ലോകത്തിന് മാതൃകയായി കാണിച്ചു കൊടുത്തൊരു ഭരണകൂടം, അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെ ഭീകരവാദി എന്ന് വിളിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ആ ചർച്ച ചെയ്തതിന് ശേഷം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ മറുപടി പറയാം. ഞാനതാ പറഞ്ഞത്, കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ഭൂമിയെ തന്നെ വിറപ്പിച്ചിരിക്കുന്ന ഭീകരവാദികൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് എന്ത് യോഗ്യതയാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ? ഭിന്ദ്രൻവാല എന്ന് പറയുന്ന ആളെ വളർത്തിയതാരാണ്? 1950 ഭിന്ദ്രൻവാല കോൺഗ്രസിന് അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ പറഞ്ഞതെന്ന് അറിയും. കൈപ്പത്തി എന്ന് പറയുന്ന 5 പഞ്ചാബിൽ നദികളാണെന്ന് വിശേഷിപ്പിച്ച ആളാണ്. ഈ ഭൂമി തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭീകരവാദ വിഘടനവാദ പ്രസ്ഥാനം. LTT എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രസ്ഥാനത്തിനുമായിട്ട് കരാറൊപ്പിട്ടതാരാണ്? രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ആ സംഘടനയായിട്ട് കരാറൊപ്പിട്ടത്. ഐക്യരാഷ്ട്രസഭയിൽ പോലും അത് വിമർശനം ഉണ്ടായതാണ്. ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സിൽ അവിടെ കൊണ്ടുപോയി നമ്മുടെ പട്ടാളക്കാരെ കുരുതി കൊടുത്ത ഈ കോൺഗ്രസ് ഔദ്യോഗിക പരിവേഷം കൊണ്ടുവരാണ് കേരളത്തിലേക്ക് വരാൻ അനുയായികളുടെ വെടിയേറ്റാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത്. ഈ LTTക്കാരുടെ ബോംബ് കൊണ്ടാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. അതൊക്കെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ പെടുത്താവുന്ന ഭീകരാക്രമണങ്ങളാണ്. ഈ പഴങ്കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെയോട് കാണിച്ച സമീപനം നരേന്ദ്രമോദിയോട് കാണിക്കാത്തത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇംപാർഷ്യൽ അമ്പയർ ആണല്ലോ. അപ്പോൾ പരാതി വന്നാൽ ഒരേ സമീപനം 2 പേരോടും കാണിക്കണ്ടേ എന്നേ ചോദ്യമുള്ളൂ. അല്ലാതെ ഖാർഗെ പറഞ്ഞത് ശരിയായ പരാമർശമാണെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടില്ല. ആ മറുപടി ഞാൻ പറയാം. അല്ലല്ലേ, ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ ആരാധ്യനായ പ്രധാനമന്ത്രിയെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന, ലോകത്തിന് മാതൃക ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയെ ഭീകരവാദി എന്ന് പറയുമ്പോൾ ഭീകരവാദി പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും അതിന്റെ കോൺസിക്വൻസ് ആണല്ലോ അവർ അനുഭവിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരിപ്പോൾ 6 or 7 ഹർജി കൊടുത്തു സുപ്രീം കോടതിയിൽ.
ഈ പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രസംഗിച്ചതിനെതിരെ കൊടുത്തു. സുപ്രീം കോടതിയുടെ വിധി എന്തായിരുന്നു? സുപ്രീം കോടതി ഇതുവരെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള കമന്റ് ഈ ഇലക്ഷൻ കമ്മീഷനെതിരെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അത് പറയൂ. പരമോന്നത കോടതിയിൽ പോലും ഇവർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ പരാതികൾ അവസാനം കൂമ്പൊടിഞ്ഞു പോവുകയത്. അതിലപ്പുറമായിട്ടുള്ള മറുപടി എനിക്ക് എന്താ പറയാനുള്ളത്? ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഈ വിഷയങ്ങളെല്ലാം രാഷ്ട്രപതിയെ കുറിച്ച് ഒഴിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സുപ്രീം കോടതി എടുത്ത നിലപാട് എന്താണെന്നും അതിനെ എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്ന സർക്കാർ മറികടന്നതെന്നും ഉള്ളത് സമീപകാല ചരിത്രമാണ്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. സമയം പോലെ